ഹമീദ് മാമു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം സൗദി അറേബ്യയിൽ വന്ന ഒരു നിയമമാറ്റമാണ്. ഗാർഹിക തൊഴിലാളികൾ അഥവാ ഡൊമസ്റ്റിക് ലേബേഴ്സ് അവർക്ക് 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് കറണ്ട് കഫീലിൻ്റെ സമ്മതമില്ലാതെ തന്നെ വേറൊരു കഫീലിൻ്റെ കീഴിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ആ 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പതിവ് പോലെ പറയുകയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ ടൈം ലൈനിൽ ലഭിക്കുന്നതാണ്. ഒരുപാട് നിയമങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത് എളുപ്പം കിട്ടുവാൻ കൂടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. കാര്യം പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും. കാര്യം ഒരുപാട് പേരെന്നോട് അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഡൊമസ്റ്റിക് ലേബേഴ്സിൻ്റെ നിയമം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുകയുണ്ടായി, ഡൊമസ്റ്റിക് ലേബേഴ്സിന് ഇക്കാമ ചേഞ്ച് ചെയ്യാനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്. അപ്പോൾ ആ വ്യവസ്ഥകൾ ഇനി പറയുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഇക്കാമ ഓഫ് ഡൊമസ്റ്റിക് ലേബേഴ്സ് വിത്തൗട്ട് പെർമിഷൻ ഓഫ് ദി പ്രസൻറ്റ് കഫീൽ, അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ആർട്ടിക്കിൾ 2 ലേബർ ലോ റെഗുലേഷൻസ് പ്രകാരം ഒന്നാമത് പറയുന്നത്, നിങ്ങൾ സാലറി കൃത്യമായിട്ട് ലഭിച്ചില്ലെങ്കിൽ 3 മാസം അടുപ്പിച്ച് സാലറി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് കഫീലിൻ്റെ കീഴിൽ നിന്ന് ഏതെങ്കിലും ഒരു കഫീലിനെ കണ്ടെത്തി ആ കഫീലിൻ്റെ കീഴിലേക്ക് കറണ്ട് കഫീലിൻ്റെ അതായത് ഇപ്പോഴത്തെ കഫീലിൻ്റെ സമ്മതമില്ലാതെ ഇക്കാമ ചേഞ്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾ സൗദി അറേബ്യയിൽ ചെന്ന് 90 ദിവസം ആയിട്ടും നിങ്ങൾക്ക് ഇക്കാമ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ, റെസിഡൻസ് പെർമിറ്റ് ഇത് ഇഷ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കഫീലിൻ്റെ കീഴിലേക്ക് എത്രയും പെട്ടെന്ന് മാറാവുന്നതാണ്. 90 ദിവസമാണ് അതിന് പറയുന്ന കാലാവധി. 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പരിശ്രമം തുടങ്ങാം. മൂന്നാമത് പറയുന്നത്, നിങ്ങളുടെ ഇക്കാമ 1 വർഷമാകുമ്പോൾ റിന്യൂ ചെയ്യണം എന്നുള്ളതാണ് നിയമം. നിങ്ങളുടെ ഇക്കാമ റിന്യൂ ചെയ്ത് തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇക്കാമ റിന്യൂ ചെയ്ത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കഫീലിൻ്റെ കീഴിലേക്ക് മാറാവുന്നതാണ്. നാലാമത് പറയുന്നത്, നിങ്ങൾ ഡൊമസ്റ്റിക് ലേബേഴ്സ് സാധാരണഗതിയിൽ സ്ത്രീകളായിരിക്കും കൂടുതൽ. അവർ എല്ലാ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ അവർ ഈ വർക്ക്, ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളായിരിക്കും പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞവരൊക്കെ ആയിരിക്കും ഈ വീട്ടു ജോലിക്കൊക്കെ വരുന്നത്. അപ്പോൾ അവരെ വന്ന് ഈ കഫീലന്മാർ വന്ന് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ, വന്നില്ല എന്നിരിക്കട്ടെ, അഥവാ വൈകിപ്പോയി, നിങ്ങൾ അവിടെ ബുദ്ധിമുട്ടായി നിങ്ങൾ വേറെ ആരെങ്കിലും സഹായത്താൽ വേറെ എങ്ങോട്ടെങ്കിലും പോയി എങ്കിൽ നിങ്ങൾക്ക് ആ ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അതിനൊരു തെളിവ് വേണം. ഇവർ ഇത്ര ടൈമായിട്ട് വന്നില്ല, അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങി നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കണം. എത്ര മണിക്ക് വന്നിറങ്ങി, എത്ര മണിയായപ്പോഴാണ് ഇവർ വന്നത്, അതിനിടയിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഉണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരു സാക്ഷിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. അപ്പോൾ ഫ്ലൈറ്റിന് ടൈം തന്നെ ഇനഫാണ്, നിങ്ങൾക്ക് വേണ്ടത്തെ തെളിയിക്കാനുള്ള പ്രൂഫായി. പിന്നെ നിങ്ങളെ ജോലിക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറഞ്ഞ ജോലി തന്നെ ലഭിച്ചുവെങ്കിലും നിങ്ങളോട് വേറെ ആരുടെയെങ്കിലും കീഴിൽ പോയി വീട്ടുപണി എടുക്കാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ പണി വേറെ ഏതെങ്കിലും കഫീലന്മാർക്ക് വേണ്ടിയായിരിക്കും അവരുടെ വണ്ടിയും ഓടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്കാമ ചേഞ്ച് ചെയ്യാം. അതിനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു വളരെ ഡേഞ്ചറായിട്ടുള്ള വീട്ടുപണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ ജോലി എടുക്കാൻ പറയും, ഇലക്ട്രിസിറ്റി വല്ല ശരിയാക്കാൻ നന്നാക്കാൻ, അതൊക്കെ ഡേഞ്ചർ പിടിച്ച പണി, നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറയും ഹെയർ ട്യൂബ് ബൾബ് അല്ലെങ്കിൽ ആ സ്വിച്ച് റിപ്പയർ ഇതൊക്കെ പറയും, ഇതൊക്കെ ഡേഞ്ചർ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനും മനസ്സിനും ഡേഞ്ചറായിട്ടുള്ള എന്തെങ്കിലും ജോലി നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് മാറാനുള്ള റൈറ്റ് ഉണ്ട്, സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ, തല്ലിയാൽ, ഇടിച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഫേക്കായിട്ടൊരു ഹുറൂബ്, നിങ്ങൾ ഒളിച്ചോടി പോയതും കൊണ്ട് ഫേക്കായിട്ടൊരു ഹുറൂബ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് ഫേക്കാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇക്കാമ ചേഞ്ച് ചെയ്ത് മാറാവുന്നതാണ്. അതുപോലെ കോടതിയിൽ എന്തെങ്കിലും നിങ്ങളായിട്ടൊരു ഡിസ്പ്യൂട്ട് വന്ന് ആ ഡിസ്പ്യൂട്ടിൽ അവർ 2 പ്രാവശ്യം ഹിയറിങ്ങിന് ഹാജരായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്കാമ മാറാനുള്ള ഒരു റൈറ്റ് അവിടെ ഉണ്ടാകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവുമല്ലോ, ഒരു കോൺട്രാക്റ്റിൽ അത് പ്രത്യേകം കാണിക്കും, ഇത്ര ദിവസം പ്രൊബേഷൻ പീരീഡ്. ആ പ്രൊബേഷൻ പീരീഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്കാമ പ്രൊബേഷൻ പീരീഡിൽ നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള നിങ്ങളെ പ്രൊബേഷൻ പീരീഡിൽ അവരൊഴിവാക്കുകയാണെങ്കിൽ, നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 10 കണ്ടീഷൻസ് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും
ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു റേറ്റാണ് ആർട്ടിക്കിൾ 2 ലേബർ ലോ റെഗുലേഷൻ നിങ്ങൾക്ക് ഈ 2024 പറയുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയ 2024 അതൊന്നും കൂടി ഉൾപ്പെടുത്തി പുതുക്കിയതാണ് ഈ പറഞ്ഞ കണ്ടീഷൻസ്. അപ്പോൾ ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബാധകമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറി വേറൊരു കഫീലിൻ്റെ കീഴിലേക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ പലരും എന്നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ബിസിനസ് ഫേമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള കഫീലിൻ്റെ കീഴിൽ നിന്ന് ബിസിനസ് ഫേമിലേക്ക് മാറാൻ പറ്റുമോ, ഒരു കമ്പനിയിലേക്ക് മാറാൻ പറ്റുമോ, അതല്ലെങ്കിൽ കമ്പനി വിസയിൽ നിന്ന് ഇതിലേക്ക് ഏതെങ്കിലും ഒരു കഫീലിൻ്റെ വീട്ടിലേക്ക് ജോലിക്കാരനായിട്ട് മാറാൻ പറ്റുമോ? ഇത് രണ്ടും സാധിക്കില്ല. കാര്യം ഡൊമസ്റ്റിക് വിസയിൽ വന്നതാണെങ്കിൽ ആ ഡൊമസ്റ്റിക് വിസ മറ്റുള്ള ഈ കമ്പനി വിസയിലേക്കൊന്നും മാറാൻ പറ്റില്ല. അത് ഉണ്ടായിരുന്ന ആ നിയമം 21 അത് എടുത്ത് കളഞ്ഞു. അത് 2020 വരെ ആ നിയമം പ്രാബല്യത്തിൽ വന്നതായിരുന്നു. പിന്നെ ആ നിയമം ഇപ്പോൾ അത് ഇല്ലാതാക്കി, അത് ബാൻ ചെയ്തു. അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അപ്ഷറിലൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാം. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ പറ്റുമെങ്കിൽ കഴിയുന്നവർ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. അതിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സംശയങ്ങളും നിയമത്തിലുണ്ടാകുന്ന ഏത് സംശയങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിനായിട്ടൊരു ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ, ചെറിയൊരു തുക നൽകിക്കൊണ്ട് താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ആ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യും. അത് വെച്ചിട്ട് അതിലേക്ക് വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. വോയിസ് മെസ്സേജ് മാത്രമേ അയക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്നാലും എനിക്ക് ക്ലിയർ ആയിട്ട് അത് ആലോചിച്ച് മറുപടി തരാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ആ കമൻറ്റിനൊക്കെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഇത് ഇങ്ങനെയുള്ളവർക്ക്, ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് എനിക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ സാധിക്കും. കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട്. കമൻറ്റിൻ്റെ ആധിക്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അല്ലെങ്കിൽ ഞാനതിങ്ങനെ ഇതാക്കില്ലായിരുന്നു കാര്യം. അപ്പോൾ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും മെമ്പർഷിപ്പ് എടുക്കുക. അതിനായിട്ട് ജോയിൻ ബട്ടൺ താഴെ ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. അല്ലാതെ വേറെ പലരും കമൻറ്റിലൂടെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദിവസം 10-25 കമൻറ്റുകളാണ് എനിക്ക് എൻ്റെ വാട്സപ്പിലായിട്ടും യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും മറുപടി പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു പരിവം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും നിങ്ങൾ ഉണർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്ഷറിൽ എങ്ങനെയാണ് നിങ്ങളുടെ വിസ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അപ്ഷറിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ 10 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ബാധകമായാൽ നമുക്ക് കഫീലിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ തന്നെ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് കഫീലിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഡയറക്റ്റ് അപ്ഷറിലൂടെ നമുക്ക് മാറാം. ബാക്കിയുള്ള 7 കാര്യങ്ങൾ നമുക്ക് മാറണമെങ്കിൽ, ചേഞ്ച് ചെയ്യണമെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ടായിരിക്കണം. കോടതിയുടെ ഓർഡർ മുഖാന്തരം, അതായത് നമുക്ക് പറ്റുന്ന വ്യവസ്ഥ, നമുക്ക് ബാധകമായ വ്യവസ്ഥ കോടതി ചലഞ്ച് ചെയ്ത് ഓർഡർ വാങ്ങിയതിന് ശേഷം ആ ഓർഡർ വാങ്ങി ജവാസത്തിൽ കൊടുക്കുക. അതിലൂടെ നമുക്ക് കോടതിയുടെ ഓർഡറും കൂടി വേണം. അതിന് കഫീലിൻ്റെ പെർമിഷൻ ആവശ്യമില്ല. കഫീലിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അപ്പം മാറാം. ഈ ഏതെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ കോടതിയിൽ നിന്ന് തെളിവ് സഹിതം ഓർഡർ, അതായത് ഹുറൂബാക്കിയാൽ, പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തില്ല, വേറെ കഫീലിൻ്റെ കീഴിൽ നമ്മളെ ജോലിക്ക് വിട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ തെളിയിക്കാം. കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് തെളിയിച്ച് അതിൻ്റെ ഓർഡറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാവുന്നുള്ളൂ. ഇത് 10 ദിവസത്തേക്കും ശരിക്കും പറഞ്ഞാൽ കറണ്ട് കഫീലിൻ്റെ പെർമിഷൻ ആവശ്യമില്ല ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പക്ഷേ ആദ്യത്തെ 3 കണ്ടീഷനിൽ കോർട്ട് ഓർഡർ ഇല്ലാതെയും ബാക്കിയുള്ള 7 കണ്ടീഷനിൽ കോർട്ട് ഓർഡറോട് കൂടിയുമാണ് ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അപ്ഷറിൽ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ അപ്ഷറിൽ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഒരു വാലിഡ് കോൺട്രാക്റ്റ് അപ്ഷറിൽ ഉണ്ടായിരിക്കണം. ക്യുവേൽ അല്ലെങ്കിൽ അപ്ഷറിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അപ്ഷറിൽ ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ നമ്മൾ മൈ സർവീസ് എന്നുള്ള ഒരു മെനു ഉണ്ട്. അതിൽ കയറി സർവീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് എന്നൊരു കോളം കിട്ടും. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. അതിൽ സ്പോൺസർഷിപ്പ് ട്രാൻസ്ഫർ അക്സെപ്റ്റൻസ് എന്നുള്ളൊരു കോളം വരും. അതിൽ നമ്മൾ വ്യൂ സ്പോൺസർഷിപ്പ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് എന്നുള്ള കോളത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ഉള്ള റിജക്റ്റ് എന്നുള്ളൊരു മെനു വരും. ആ വിൻഡോയിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഇത് ചെയ്യേണ്ടതും 7 ദിവസത്തിനുള്ളിൽ ഇത് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പുതിയ കഫീൽ കോൺട്രാക്റ്റ് ഇതിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഓഫർ ലെറ്റർ സ്വീകരിക്കുകയോ റിജക്റ്റ് ചെയ്യുന്നത് 7 ദിവസത്തിനുള്ളിൽ വേണം. ഇതാണ് വ്യവസ്ഥ. അപ്പോൾ നമ്മൾ ഇക്കാമ ഇതിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാനും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.